പി.കെ. ശശി കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും. ഇന്നോ നാളെയോ തിരുവനന്തപുരത്തെത്തി രാജി നൽകിയേക്കുമെന്നാണ് വിവരം. തീരുമാനം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ചാണ്. ശ്രീജിത്ത് നായർ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ പി.കെ. ശശി കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്തൊക്കെയാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളാണ് പാർട്ടി പി.കെ. ശശിക്ക് നൽകിയിരുന്നത്. എന്നാൽ കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരുന്നില്ല. പക്ഷേ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഉടൻ തന്നെ നീക്കിയേക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പി.കെ. ശശി സ്വമേധയാ തന്നെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. കടുത്ത അച്ചടക്ക നടപടിയാണ് ഇപ്പോൾ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി പാർട്ടി പി.കെ. ശശിക്കെതിരെ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് ശശിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് വലിയ രീതിയിൽ വിവാദമായ തീവ്രത കുറഞ്ഞ പീഡനം എന്നുള്ള രീതിയിലൊക്കെ വിവാദമായിരുന്ന ചില നടപടികൾ 6 മാസത്തേക്ക് സസ്പെൻഷനിലായിരുന്നെന്ന് നേരത്തെ ശശി. അതിനുശേഷം കാലാവധിക്ക് ശേഷം ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നടപടി വരുന്നത് സമ്മേളന കാലത്തിന്റെ തൊട്ട് മുമ്പാണ്. അതായത് അടുത്ത സമ്മേളനത്തിൽ മത്സരിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ ഒരു നടപടി കഴിഞ്ഞ തവണത്തെ നടപടികളെ പോലെ ഉടൻ പാർട്ടിയുടെ മേൽത്തട്ടിലേക്ക് ശശിയെ തിരിച്ചെത്താൻ സഹായിക്കില്ല. അത് മത്സരിക്കാൻ സാധിക്കാത്തത് മൂലം ശശി ഇത് പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ നടപടികൾ വരുന്നതിന് മുമ്പായി സ്വയം കെ.ടി.ഡി.സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നുള്ള ഗുരുതരമായ ഒരു കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അവിടെ നടന്നത്. സൊസൈറ്റിയുടെ കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.49 കോടി രൂപ സമാഹരിച്ചുവെന്നായിരുന്നു പാർട്ടിക്കാരുടെ വാദം. ഈ ദുർവിനിയോഗം CPM അത് അറിയാതെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അറിയാതെയാണ് ഇത്തരം നടപടികൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്ന് ഒഴിവാക്കാൻ ഞായറാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശശിയും സ്വമേധയാ ഒഴിയാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് ശശിയെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത അച്ചടക്ക നടപടി തന്നെയാണ് ശ്രീകാർത്തിക.